പറഞ്ഞ സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേശ് ഏട്ടനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ള ഗോകുൽ ഒരേ എനിക്ക് തൃപ്തികരമായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മൂവിയിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ എനിക്ക് കുറച്ചും കൂടെ വ്യാപ്തി കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ കുറച്ചും കൂടെ റെക്കഗ്നൈസ് ചെയ്യുന്ന പോലെ എൻ്റെ ടാലൻറ്റ് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെയൊക്കെ മേക്കേഴ്സിന് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് മൂവിയാണ് ഇതുവരെ ഞാനൊരു 13-14 മൂവീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എൻ്റെ ആദ്യത്തെ മൂവി മുത്തുകവാണ് എനിക്ക് കുറച്ചുകൂടെ സ്വീകാര്യത തന്നിട്ടുള്ള. ആ മൂവിയാണ് ഇഷ്ടം, അതിലെ പാട്ടാണ് ഇഷ്ടം. അങ്ങനെ എപ്പോഴും ഞാൻ കേൾക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഇതും അതുപോലെ റെക്കഗ്നൈസ്ഡ് ആയതിൽ വളരെയധികം സന്തോഷം. സിനിമ കണ്ട എല്ലാവരും നല്ല അഭിപ്രായം തന്നെയാണ് പറയുന്നത്, നെഗറ്റീവ്സ് ഒന്നും അധികം ആരും പറയുന്നില്ല. അപ്പം ഒരുപാട് സ്റ്റാർസ് ആണെങ്കിലും സിനിമയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുരേഷ് ചേട്ടൻ തിരക്കാണെന്ന് അറിയാം. സുരേഷ് ചേട്ടൻ സിനിമ കണ്ടിരുന്നു. അച്ഛൻ ഒരു 1.5-2 വർഷം മുമ്പ് ഈ സിനിമയുടെ ഫെസ്റ്റിവൽ ഔട്ട് കണ്ടതാണ്. അതിൻ്റെ ലുക്ക് ആൻഡ് ഫീൽ കുറച്ചുകൂടെ വേറെ ആയിരുന്നു. കുറച്ചുകൂടെ ആ ഫെസ്റ്റിവലിന് ആപ്റ്റായിട്ടുള്ള മൂഡിലുള്ള ഒരു കട്ട്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മ്യൂസിക് പശ്ചാത്തലമായാലും അത് കണ്ടിട്ട് തന്നെ അച്ഛന് അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഇത് ആണ് പേഴ്സണലി റീവാൻഡ് ആയിട്ടുള്ള ഒരു തിയേറ്ററിക്കൽ വേർഷൻ എന്ന് പറയുന്നത്. ഞാൻ മ്യൂസിക് പശ്ചാത്തലമായാലും CGI യൂസ് ചെയ്തിരിക്കുന്നതായാലും കട്ട്സും എല്ലാം കുറേ പാകപ്പെടുത്തിയിട്ടാണ് നമ്മൾ തിയേറ്ററിലോട്ട് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ വേർഷൻ അച്ഛൻ കണ്ടിട്ടില്ല. അത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഡെഫിനറ്റ്ലി ഇത് അച്ഛൻ ഇഷ്ടപ്പെടുന്നു. പിന്നെ അച്ഛൻ അറിയാവുന്ന അച്ഛൻ്റെ സിനിമാ വലയത്തിലുള്ള ആൾക്കാരെയൊക്കെ വിളിച്ച് അന്വേഷിക്കാറും ഒക്കെ ഉണ്ട് സിനിമ എങ്ങനെ പോകുന്നു. അല്ലാതെ അച്ഛൻ്റെ തിരക്കായത് കാരണം അങ്ങനെ ഇപ്പോൾ ടു ചേട്ടൻ വന്നതുപോലെ കാണാനായിട്ട് അച്ഛന് ഒരു സൗകര്യക്കുറവ് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇല്ല, എനിക്കത് ചമ്മല. അതിനേക്കാളും റാദർ അച്ഛൻ കാണുന്നത്. ഞാൻ ഈ ഫെസ്റ്റിവലോട്ട് ഞങ്ങൾ വീട്ടിൽ ഹോം തിയേറ്ററിലാണ് സ്ക്രീൻ ചെയ്തത്. അപ്പോഴും ഞാൻ അച്ഛൻ പെട്ടെന്നൊന്നും നോക്കാൻ പറ്റാത്ത ഒരു സൈഡിലോട്ട് ഞാൻ മാറി തറയിലോട്ട് ഇരിക്കുമായിരുന്നു. അല്ലാതെ അച്ഛനെ കാണാൻ സാധിക്കുമെങ്കിൽ കാണട്ടെ. പറഞ്ഞ സമയത്ത് ഇതിനകത്ത് സീനിയർ ആയിട്ടുള്ള ഗണേശ് ഏട്ടനും അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ യൂത്ത് ആയിട്ടുള്ള ഗോകുൽ ഒരേ സമയം അത്രയും മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഒരു വലിയ ത്രൂ ആയിരിക്കത്തുണ്ടാവില്ല. കുറച്ചും കൂടെ അതിൻ്റെ ഒരു കംഫർട്ട് പെർഫോമൻസസിലും എനിക്ക് തോന്നുന്നു അത് ഒരു എന്താ പറയുക അതിൻ്റേതായിട്ടുള്ളൊരു കംഫർട്ട് ഇവർക്ക് പെർഫോം ചെയ്യാനുണ്ടാവും. പ്രത്യേകിച്ച് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസ് അല്ല ഇത് പെർഫോം ചെയ്യാനായിട്ട്. ഫ്യൂച്ചറും